സംവിധായകൻ എം മോഹൻ അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ. പക്ഷേ ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇടവേള, അങ്ങനെ ഒരു അവധിക്കാലത്ത് തുടങ്ങിയവ പ്രധാന ചിത്രങ്ങളാണ്. ഇവരുമായി ബീന റാണി ചേരുകയാണ്. ബീന, മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് വിട പറഞ്ഞിരിക്കുന്നത്. മറ്റു വരികൾ കൂടി. സുരേഷ്, തീർച്ചയായും മലയാള സിനിമയുടെ ഒരു പൂക്കാലത്തിനാണ് അവസാനമായിരിക്കുന്നത് എന്ന് പറയാം. കാരണം സംവിധായകൻ മോഹൻ സൃഷ്ടിച്ച ഒരുപിടി നല്ല സിനിമകളാണ് ഇന്നും എടുത്തു പറയാൻ പാകത്തിന് മലയാള സിനിമ ചരിത്രത്തിൽ തന്നെയുള്ളത്. ഒരു അതായത് ഒരു പുതിയ തരംഗം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ് അദ്ദേഹം സൃഷ്ടിച്ചത്. മലയാള സിനിമയിലെ കാലം എന്ന് പറയാവുന്ന 1980-കളിലെ ഒരു മുൻനിര സംവിധായകനായിരുന്നു അദ്ദേഹം. ഏതാണ്ട് ഒരു വർഷത്തിലേറെയായി അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നടന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹത്തിന് ആദ്യം അസുഖം ബാധിക്കുന്നത്. തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അദ്ദേഹം അസുഖം ദീർഘകാലമായി ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യവുമായിരുന്നു. അല്പം മുമ്പേ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം അന്തരിക്കുന്നത്. ഏതാണ്ട് പി വേണുവിന്റെ സഹായിയായിട്ടാണ് അദ്ദേഹം സിനിമാ മേഖലയിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് ജോൺ പോളിന്റെ കൂടെ പ്രവർത്തിച്ചു. നമുക്കറിയാം, വിട പറയും മുമ്പേ അങ്ങനെ ഒരു അവധിക്കാലത്ത് പക്ഷേ, ഇസബെല്ല, ഇടവേള, ശാലിനി എൻ്റെ കൂട്ടുകാരി തുടങ്ങി നിരവധി ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ നടി സിമരി ജലജ നമ്മോടൊപ്പം ചേരുകയാണ്. സിമരി ജലജ, എം മോഹനിൻ്റെ വിയോഗം, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തെ കാണുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അമ്മു എന്ന കഥാപാത്രം അതെന്റെ കരിയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ഇത്ര മനോഹരമായ ഒരു ക്യാരക്ടർ, കുറെ നല്ല പാട്ടുകൾ. ഇപ്പോഴും ആൾക്കാർ ഓർക്കുമ്പോഴത്തേക്കും ശാലിനി എൻ്റെ കൂട്ടുകാരിലെ പാട്ടുകളൊക്കെയാണ് ഞാൻ ആരെങ്കിലും കാണുമ്പോൾ പറയുന്നത്. ഹിമശൈല പാട്ട് ഞങ്ങൾ ഇപ്പോഴും പാടാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ എൻ്റെ ആ സമയത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഓർക്കാൻ ഒരു പിടി നല്ല ചിത്രങ്ങൾ, അതിലെ നല്ല ഗാനങ്ങളൊക്കെ അവർക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. എൻ്റെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മോഹൻ സാറിന്റെ ഡയറക്ഷനിൽ ഈ ഒരു ചിത്രം ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ മലയാള സിനിമയിൽ കുറെ നല്ല ചിത്രങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഡയറക്ടറാണ്. അതെ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ശാലിനി എൻ്റെ കൂട്ടുകാരി, ഇടവേള, അങ്ങനെ ഒരു അവധിക്കാലത്ത്, അങ്ങനെ നിരവധി സിനിമകൾ അദ്ദേഹം മലയാളത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധാന രീതി, അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം മറ്റുള്ളവരിൽ നിന്നും ഏറെ വിഭിന്നമാണ്. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ഒരു സംവിധാന ശൈലിയെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് താങ്കൾ? എന്താ ഒരു പുതുമുഖം എന്നുള്ള നിലയ്ക്ക്, പുതുമുഖം മീൻസ് ലൈക്ക് പടങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു പുതിയ ഒരു ഡയറക്ടറിനോട്, പുതിയതല്ല, ഒരു ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഞാനും ശോഭയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണത്. അപ്പം ഡയറക്ടർ എന്നുള്ള നിലയിലാണെങ്കിലും നമ്മളെ വളരെ കംഫർട്ടബിൾ ആക്കി സീൻസ് എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പക്ഷെ എനിക്ക് ഈ കഥ ആദ്യം പറയുന്നത് പത്മരാജൻ സാറാണ്. സാർ ഈ കഥ പറഞ്ഞിട്ട് ഈ കഥാപാത്രം എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. വളരെ ഒരു സെൻസിറ്റീവും ടച്ചിങ് ആയിട്ടുള്ളൊരു കഥയാണല്ലോ അത്. അപ്പൊ അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് സാർ എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. ആൻഡ് വളരെ ഒരു നമുക്ക് വർക്ക് ചെയ്യാനായിട്ടും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അങ്ങനെ വളരെ എന്താ വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാള്, നമ്മുടെ അടുത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറഞ്ഞ്, എന്താ വെച്ചാൽ ഒരു പുതുമുഖം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കും ഒരു എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷെ അതെല്ലാം നമുക്ക് ആ ഒരു ടെൻഷനും സ്ട്രെസ് ഒന്നും ഇല്ലായിരുന്നു. എല്ലാം നന്നായിട്ട് തന്നെ സാറിന്റെ ഡയറക്ഷനിൽ ചെയ്യാൻ പറ്റി. അപ്പം അതാ ഞാൻ പറയുന്നത്, ഇപ്പോഴാണേലും ആൾക്കാർ കാണുമ്പോഴത്തേക്കും പറയും ശാലിനി എൻ്റെ കൂട്ടുകാരില്ല, ഹിമശൈലം, ആ പാട്ടൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും. അപ്പം അത് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഡയറക്ഷനും ആ പടത്തിന്റെ മേന്മയും ക്യാരക്ടറുടെ ഇതും ഒക്കെയാണല്ലോ. കഥയും ആ പാട്ടുകളും
ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടുകളാണല്ലോ. വേണിച്ചേട്ടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ ആണേലും അങ്ങനെയുള്ള ഒരു മനോഹരമായ ഒരു ചിത്രം തന്നെയായിരുന്നു.